ഒരു ദിവസം എരിക്കുഞ്ഞങ്ങാടിയിൽ വാപൊളിച്ചു നിൽക്കുന്ന എനിക്ക് CM വലിയുല്ലാഹിയെ കിട്ടി. ഞങ്ങൾ അങ്ങനെ നടന്നൊപ്പിച്ച് ആ കുട്ടികൾക്കൊക്കെ വേണ്ടി ദർസിന്റെ പണിയെടുത്തു എന്ന് പറഞ്ഞു ഒരു ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, സൈക്കിളിലാണ് പല ദിവസവും എപ്പിസ്താദ് വന്നത്. ബസ്സിൽ വന്ന ദിവസങ്ങളാണ് കൂടുതൽ. അന്ന് അവരെടുത്ത പണി ഇവിടെ പലരും അറിയില്ല, പലരും കേട്ടിട്ടില്ല, പലരും ചിന്തിച്ചിട്ടില്ല, പലർക്കും അറിയില്ല, ആലോചിച്ചിട്ടില്ല. ഇന്നലെ പെയ്ത മഴ, ആ മഴയ്ക്ക് മുരച്ച തവരകൾ, ചിലതെല്ലാം കൂടി ഉസ്താദിനെ കളിയാക്കാൻ, കാറിനെ പറ്റി പറയാൻ, വാഹനത്തെ പറ്റി പറയാൻ, പല്ലുളിക്കാൻ, ചിരിക്കാൻ, അങ്ങാടിയിൽ ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ. എന്തൊരു കടുപ്പമാണ് പടച്ചവനെ. വേദിയിലുള്ളവർ, പ്രായമുള്ളവർ, താടി നീണ്ടവർ, അവരാരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കഴിഞ്ഞ കാലത്തെ കഥകൾ. വേണ്ട, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അല്ലാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷത്തിന്റെ നല്ല സന്ദർഭങ്ങൾ, ദീനി രംഗത്ത് ആവേശം അല്ലാഹു കൊടുക്കട്ടെ. ഗീബത്ത്, നമീമത്തും, ഹസദ്, കൊലയാട്ട്, അമ്മാതിരി തോന്നിവാസത്തിൽ നിന്ന് പടച്ചോൻ നമ്മളെ നാടുകളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നാഷണൽ ഹൈവേന്റെ ഓരത്ത് പല ആളുകളും പ്രസംഗിക്കുന്ന പ്രസംഗം സമുദായത്തിന് സഹിക്കാനാവൂല, മനുഷ്യർക്കാർക്കും സഹിക്കാൻ പറ്റൂല. ആ പ്രവർത്തനങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തിക്കിട്ടിയാൽ ഈ സമുദായം രക്ഷപ്പെടും. അതാണ് വിനയത്തോടെ പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്, ദീനിന്റെ വലിയ ഖാദിം, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. സി ഉസ്താദ്, ദീനിന്റെ വലിയൊരു ആലിം, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. CM വലിയുല്ലാഹി, അല്ലാഹു വളർത്തിയ വലിയൊരു ആരിഫ്, അല്ലാഹു പരബർക്കത്തോണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ആ മഹാന്മാര് 3 പേരുമോടൊപ്പം പാദം വെച്ച് നടന്ന് അധ്വാനിച്ച് വിയർത്ത് ബസ്സിൽ കയറി സൈക്കിളിൽ ഉരുണ്ടുരുണ്ട് വന്ന് അന്ന് അവിടെയും മറ്റനേകം സ്ഥലങ്ങളിലും ഉസ്താദ് അവർകൾ ആദ്യം ദർസുണ്ടാക്കുന്നു, പിന്നെ ശരീഅത്ത് കോളേജ് ഉണ്ടാക്കുന്നു, പിന്നെ ശരീഅത്ത് സിറ്റി ഉണ്ടാക്കുന്നു. പേരേ മാറ്റം വരുന്നുള്ളൂ, ആള് കൂടി വരുന്നുണ്ട്. വരണം, ദീനിന്റെ ചക്രവാളം വികസിക്കണം. അങ്ങനെ അതേ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരാൻ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ആ നീണ്ടു വെളുത്ത വലിയ മനുഷ്യന്റെ പ്രസംഗം പൂനൂരുകാര് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയാണ്. ആ നല്ല പ്രസംഗം കേൾക്കാൻ വേണ്ടി കൊയിലാണ്ടിയിൽ നിന്ന് വണ്ടി ഉരുട്ടി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹി തങ്ങൾ ഒരു ദിവസം 3 വട്ടം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊയിലാണ്ടിയിൽ നമുക്ക് ഓർമ്മയുള്ളതാണ്. പൂനൂരിലും സംഘടിപ്പിക്കപ്പെട്ടൊരു പരിപാടി, മലപ്പുറം കോട്ടപ്പടിയിൽ സംഘടിപ്പിക്കപ്പെട്ടൊരു പരിപാടി. മഹാനായ ത്യാഗിവര്യൻ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ ആരോ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നതാണ് പരിപാടിക്ക്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആയിരുന്നു. 1-2 വാചകങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത പോലെ പ്രസംഗിപ്പിച്ചു, ഒപ്പിച്ചു. അൽഹംദുലില്ലാഹ്. ആരാണ് ഇരിക്കുന്നത്? ഏപ്പിയ പഴന്ന് പറയാൻ പറയും എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നിർദ്ദേശിക്കുകയാണ്. കൊയലൂതണ്ട സമയായി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്ര അനുഭവങ്ങൾ. ആ മനുഷ്യന്റെ, നീണ്ടുവെളുത്ത മനുഷ്യന്റെ മുഖത്തുള്ള കറുകറുത്ത താടിരോമങ്ങൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളതാണ്. എല്ലാം ഇന്ന് വെള്ളിക്കമ്പികളായി മാറി. നമ്മൾ കാലത്തിന്റെ മാറ്റം കാണുന്നുണ്ട്. അത് മുഴുവനും വെള്ളിക്കമ്പികളായി മാറിയത് കടപ്പുറത്ത് കടലയും കുറിച്ച് കാറ്റുകൊണ്ട് നേരം കളഞ്ഞിട്ടല്ല. ഈ സമുദായത്തിന്റെ വേദനകൾക്ക് കാവല് കടന്നിട്ടാണ്, നാട് നിരങ്ങിയിട്ടാണ്, കഷ്ടപ്പെട്ടിട്ടാണ്, ഒച്ചയെടുത്തിട്ടാണ്, പണിയെടുത്തിട്ടാണ്, വിയർത്തൊലിച്ചിട്ടാണ്. അല്ലാഹ് തന്ന വലിയ നിഅമത്ത് അൽഐനു സാഹിറ, ഉറങ്ങാത്ത കണ്ണുകളാണ്. ലിൽ ഐനിൻ നായിമ, ഉറങ്ങുന്ന കണ്ണുകൾക്ക് കാവലിരിക്കാൻ എന്ന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നലകളിൽ നമ്മുടെ സമുദായത്തെ ഗ്രഹിച്ച ഒരുപാട് മാരക രോഗങ്ങൾക്ക് ചികിത്സയുമായിട്ടാണ് ഉസ്താദ് വന്നത്. ഇന്നലകളിലെ മുഴുപ്പട്ടിണിയും അരപ്പട്ടിണിയും വറചട്ടിയും കുത്തുപാളയും അവിടെയെല്ലാം പരിഹാരത്തിന്റെ, അന്നത്തിന്റെ വഴികളുമായിട്ടാണ് ഉസ്താദ് അവർകൾ വന്നത്. വികസനമില്ലാത്തൊരു മൂലയിൽ വികസനത്തിന്റെ മന്ത്രിയായിട്ടാണ് മഹാനായ ഉസ്താദ് അവർകൾ വന്നത്. ഇമാം ബൂസൂരി നീട്ടിപ്പാടുന്നുണ്ട് ഒരു രാജാവിനെ കുറിച്ച്. ഇമാം ബൂസൈരി ഒരു ദീനിന്റെ ഖാദിമിനെ വാഴ്ത്തിപ്പാടാണ്. നിങ്ങൾ മദ്രസ മാത്രമല്ല, ഞങ്ങൾക്കും വേണ്ടി ആശുപത്രി ഉണ്ടാക്കി തന്നല്ലോ. അർവാഹിനെ നന്നാക്കാൻ മദ്രസ, ആത്മാവിനെ നന്നാക്കുന്ന മദ്രസയോടൊപ്പം ശരീരം നന്നാക്കുന്ന ചികിത്സ തരുന്ന ഹോസ്പിറ്റൽ ഏതൊക്കെ വഴിയിലാണ്
നിങ്ങളെ സേവനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത് ഇമാം ബൂസൈരി ബുറുദ ചൊല്ലിയ വരികളെ കൊണ്ട്, ആ നല്ല വാക്കുകൾ കൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് പാതിരാവിൽ ഉറക്കത്തിൽ വന്ന് മുത്തം കൊടുത്ത് വായിൽ അനുഗ്രഹം നൽകിയ ആ നാക്കുകൊണ്ട് ഇതുപോലുള്ള ദീനീ പ്രവർത്തനങ്ങളെ സന്തോഷപൂർവ്വം വാഴ്ത്തിപ്പാടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അന്തും നമ്മൾ എന്തു ചെയ്യണം? അലൈക്കും ബിൽ അജ്വദീൻ, നല്ലവരെ മുറുകെ പിടിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ കോളം പൂർത്തിയാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക, വളരുക, ഉയരുക, നന്നായി ചിന്തിക്കുക. ചിലപ്പോൾ കാതുപൊത്തേണ്ടി വരും. നമുക്ക് പടച്ചവനെന്ന ശൂർ, പ്രജ്ഞയും ബോധവും അതിന് ഉപയോഗപ്പെടുത്തണം. മഹാനായ താജുൽ ഉലമ ഇല്ലാത്ത ആദ്യത്തെ മർക്കസ് സമ്മേളനം അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ആ മഹാപുരുഷന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയെല്ലാം നന്നാക്കി തരുമാറാകട്ടെ. 95 കൊല്ലം ജീവിച്ച് 60-ലേറെ കൊല്ലം സമസ്ത മുഷാവറയിൽ, 65 കൊല്ലം ഒരു ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട്, 50-ലേറെ തവണ ഹജ്ജ് നിർവഹിച്ച്, സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും ദുഹാ നിസ്കാരം 8 റക്അത്ത് നിന്നുകൊണ്ടു തന്നെ, കണ്ണ് ഓപ്പറേഷൻ ചെയ്ത ദിവസവും അതങ്ങനെ തന്നെ പതിവ് പാലിച്ച്, എല്ലാ ദിവസവും 11 റക്അത്ത് വിത്ർ, ഭാര്യ മരിച്ചു കിടക്കുമ്പോഴും ആ മുറ തെറ്റിപ്പോകാതെ 22 ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുമായുള്ള വലീഫകളുടെ ബന്ധം ചൊല്ലിത്തീർക്കാനുള്ളതൊക്കെ ചൊല്ലിത്തീർത്ത് ഇബാദത്തിന്റെ ആളുരൂപമായി നമുക്കിടയിൽ ഒരാളുണ്ടായിരുന്നു. അത്രമാത്രം ഉയരമുള്ള ഒരാൾ ഇവിടെ എങ്ങും വേറെയില്ലായിരുന്നു. അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാന്റെ മാസം കാണുമ്പോ താജുൽ ഉലമ പരിശുദ്ധ ഹറമിലാണ്. ശഅബാൻ ശവ്വാലിന്റെ മാസം കാണുമ്പോ താജുൽ ഉലമ ഹറമിലാണ്. 5 വഖ്ത് നിസ്കാരത്തിന് അവിടെ റെഡിയാണ്. എല്ലാ ദിവസവും ഓരോ ഉംറ നിർവഹിക്കുകയാണ്. പിന്നെ മത്താഫിലിരുന്ന് കഅബയിലേക്ക് നോക്കിയിട്ടു യാ അല്ലാഹു ജല്ല ജലാലു 1,00,000 തവണ, യാ റഹ്മാനു ജല്ല ജലാലു 1,00,000 തവണ, യാ റഹീമു ജല്ല ജലാലു 1,00,000 തവണ. والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ഇക്കാലത്തും നടക്കും, ഇക്കാലത്തും നടക്കും, ഇങ്ങനെയൊക്കെ നടക്കും. മഹാ ആലിമീങ്ങൾ, വലിയ ഖാദിമീങ്ങൾ, വലിയ ആമിലീങ്ങളും കൂടിയാണ്, അമലുള്ളവരാണ്. നമ്മൾ അവരെ കാണണം, പിന്നാലെ കൂടണം, മുറുകെ പിടിക്കണം, ദുആക്ക് ആമീൻ പറയണം, വഅള് കേൾക്കാൻ പോകണം. ആ ഈമാൻ വഴിഞ്ഞൊഴുകുന്ന മുഖങ്ങളിലേക്ക് നോക്കി നിന്നാൽ നമുക്ക് കൂലി കിട്ടും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ചുവന്ന കുന്ന് തീമഴ പോലെ വിഴുങ്ങിക്കളയും. പലരും പായസം വെച്ചു കാത്തിരുന്നു. താജുൽ ഉലമ വിളിച്ചു, ഏപ്പിനോട് ഇവിടെ വരാൻ പറ. വന്നു. നിങ്ങൾ ഞമ്മളെ കുട്ടിയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളോട് ഞാനാ പറയുന്നത്. ഒരു വിഷമം വരൂല, പോകാൻ പറയണ. മഹാനായ താജുൽ ഉലമ, സുബ്ഹാനല്ലാഹ്, അതങ്ങനെ തന്നെയാണ്. നമുക്ക് ആ വാക്കുകൾ മതി. അൽഹംദുലില്ലാഹ്, അത് ഖബൂലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചോരയാണ്. ദീനിനു വേണ്ടി വല്ലാതെ വിയർത്തൊരു വലിയ പുരുഷനാണ്. അള്ളാഹു ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് കേൾക്കുന്നു, താജുൽ ഉലമ നാളെ ഹജ്ജിന് പോവുകയാണ്. പടച്ചോനെ, ഞാൻ ആശുപത്രിയിലായല്ലോ, നാളെ തങ്ങൾ ഹജ്ജിന് പോയാൽ തങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ ബാക്കിയുണ്ടാവുമോ എന്ന് നൂറുൽ ഉലമക്ക് പേടി. ഒരു കത്തയച്ചു. ജീവിതം മുഴുവനും അങ്ങയോടൊപ്പം ചെലവഴിച്ച ഒരു ഖാദിമിന്റെ പൂതി ഒന്നിവിടം വരെ വരണം, ഒന്നിവിടം വരെ വരണം എന്ന് എം.എ. ഉസ്താദ് കത്തയച്ചപ്പോൾ മഹാനായ താജുൽ ഉലമ വന്നു. ഗൗരവത്തിലാണ് ഇതിനെന്നെ വിളിച്ചു നിർത്തിയത്. മിണ്ടാതെ അവിടെ കിടന്നാ പോരെ, എന്തിനാ തിരക്കുണ്ടാക്കുന്നത്? ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വേം വരൂലേ? നിങ്ങളവിടെ ഇനിയും കുറെ ആളുകൾക്ക് ആവശ്യമുണ്ട്. നമ്മളൊക്കെ പോയിട്ട് ഞങ്ങൾ പോകൂ. മഹാനായ തങ്ങളവർകൾ പറഞ്ഞ വാക്ക്, തങ്ങളെക്കാൾ പ്രായമുള്ള എം.എ. ഉസ്താദ് മഹാനവർകളുടെ കൈകളിലാണ് ഇന്നിപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ദീപശിഖയുള്ളത്. അള്ളാഹു അവരെ ആഫിയത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനായ ഖാദിമിന്റെ ബർക്കത്ത് കൊണ്ട് ദീനിന് കുറെ കാലം ഖിദ്മത്ത് ചെയ്യാൻ, ഇഖ്ലാസ്
അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. 25-ാമത്തെ വയസ്സിൽ അവേലത്ത് മഹലിന്റെ പ്രസിഡന്റായി കയറി വന്നപ്പോൾ അനാഥകളെ കണ്ട്, വിധവകളെ കണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ ആ അനാഥകളെ വീട്ടിലേക്ക് കയറി ചെന്ന് മത്തിയും മല്ലിയും മുളകും ഞാൻ വാങ്ങിത്തരും, കുട്ടികളെ ഓതാൻ കൊണ്ടുപോയാക്കണം എന്ന് പറഞ്ഞിട്ട് പല വീടുകളിലും കയറി മുതഅല്ലിമീങ്ങളെ ദർസിൽ കൊണ്ടുപോയാക്കിയ മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു യതീം കുട്ടിയെയും കൊണ്ടുപോയി ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മുസ്ലിയാർ കിഴക്കോത്ത് ആ ദർസിൽ ചേർത്തു. ആ യതീം കുട്ടിയെ പിന്നെ കൊണ്ടുപോയി ചാലിയത്ത് തലാഞ്ചേരി ആറ്റക്കോയ തങ്ങള് എന്റെ അമ്മാവന്റെ വീട് അവിടെ ഒരു ദർസുണ്ട്. ബഹുമാനപ്പെട്ട ഒതുക്കുങ്ങല് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ദർസാണ്. അവിടെ കുട്ടിക്ക് ഭക്ഷണമാക്കി തരാം എന്ന് പറഞ്ഞ് മുതഅല്ലിമിനെ അവിടേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, മഹാനായ തങ്ങള് താമരശ്ശേരി വരെ നടന്ന് ബസ്സിൽ കോഴിക്കോട്ട് വരെ പോയി, പിന്നെ അവിടുന്ന് തിരൂര് വരെ തീവണ്ടിയിൽ, പിന്നെ തലക്കടത്തൂര് വരെ നടന്നിട്ട് ആ മുതഅല്ലിമിനെ കാണാൻ പോവാൻ. ആ മുതഅല്ലിമ് 3 ആഴ്ചയായി നാട്ടിൽ വന്നിട്ട് ആ മുതഅല്ലിമിന് തങ്ങൾ 1.5 രൂപ കൊടുത്തു, 1.25 രൂപ കൊടുത്തു. മുതഅല്ലിം മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവർകൾ മുതഅല്ലിമായി, മുദർരിസായി, വാഴിലായി, ഗ്രന്ഥകർത്താവായി, സംവാദകനായി, സംഘാടകനായി മർക്കസ് സ്ഥാപിച്ചു. സംഘടനകൾക്ക് അമരത്ത് മഹാനവർകൾ വിരാജിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളും മരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മർക്കസിന്റെ പ്രസിഡന്റാണ്. തൊട്ടിപ്പുറത്ത് കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറി ഇരിക്കുകയാണ്. തങ്ങളെ സന്തോഷം, പടച്ചോനെ ഇത് ഞാൻ പഠിപ്പിച്ച ഒരു മുതഅല്ലിമ, ഞാൻ കൈപിടിച്ചു വളർത്തിയ ഒരു യതീമാണ്. തങ്ങളെക്കാൾ ഉസ്താദ് വളർന്നിട്ടുണ്ട്, ഉസ്താദിനേക്കാൾ തങ്ങൾ ഉയർന്നിട്ടുണ്ട്. തങ്ങൾ ഉസ്താദിനെ പോലെ, ഉസ്താദ് തങ്ങളെപ്പോലെ ഉസ്താദ് അനുഭവിച്ച, തങ്ങൾ ആ നേരത്ത് ജീവിതകാലത്ത് അനുഭവിച്ച ആ സായുജ്യം, ചാരിതാർത്ഥ്യം, ആ സന്തോഷം, എന്തൂസിയാസം, ലോകത്ത് തുല്യതയുള്ളൊരനുഭവം ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അന വഖാഫിലുൽ യതീം, തകാഫുലിന്റെ മഹത്വം, കഫാലത്തിന്റെ പുണ്യം നമുക്കവിടെ കാണാൻ സാധിക്കും. തങ്ങളവർകൾ അതിന്റെ മധുരം ഇന്ന് ആസ്വദിക്കുന്നു. ആ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ, ആ ദറജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ആ ഖിദ്മത്തിന്റെ വഴിയിൽ ഇന്നുവരെ കൂടിയ വലിയ വലിയ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ ഒരു ചില്ലിത്തുട്ടെങ്കിലും ഈ വഴിയിൽ ചെലവഴിച്ച ആർക്കും ഈ പ്രതിഫലം നിഷേധിക്കരുതേ അല്ലാഹ്. വലിയ സവാബ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മോഹങ്ങൾ നിറവേറ്റണേ റബ്ബേ. രോഗങ്ങൾ ഭേദമാക്കണേ അല്ലാഹ്. പാപങ്ങൾ എഴുതിത്തള്ളണേ അല്ലാഹ്. ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ കഴുകിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്കിനിയും ഒരുപാട് ആലിമീങ്ങളെ വളർത്തിത്തരണേ പടച്ചവനെ. ഖുറവിയായ മുതഅല്ലിമീങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവൽ തരണം അല്ലാഹ്. ഖുറവിയായ ആലിമീങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാഹ്. ഒരുപാട് സ്വാലിഹീങ്ങളെ നൊന്തുപറ്റ ഞങ്ങളുടെ ഈ നാടുകൾക്ക് ഇനിയും സ്വാലിഹീങ്ങളെ നൊന്തു പ്രസവിക്കുവാൻ നീ ഭാഗ്യം തരണേ റബ്ബേ. ദീനിന്റെ മഹാന്മാരായ ഖാദിമീങ്ങൾ ധാരാളം നടന്നു നീങ്ങിയ ഈ നാട്ടിന്റെ ഊടുവഴികളിൽ ഇനിയും ദീനിന്റെ ഖാദിമീങ്ങളെ നീ വളർത്തിത്തരണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം تب علينا إنك أنت التواب الرحيم وارحمنا وارحم مشيختنا يا راحم المساكين برحمتك يا أرحم الراحمين.